ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമുള്ള എല്ലാവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 18-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസൂസിലെത്തിയതുവരെ നമ്മൾ വായിച്ചു. എഫേസൂസിൽ വന്നപ്പോൾ വിശ്വാസികളെന്ന് പറയുന്ന ചില ആളുകളെ പൗലോസ് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനൊരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ പൗലോസ് സംശയമായി അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനമാണ് ഏറ്റത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സ്നാപകയോഹന്നാൻ്റെ സ്നാനമാണ് ഏറ്റത്. അത് അപ്പോൾ പൗലോസ് പറഞ്ഞു, സ്നാപകയോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനം മാത്രമാണ്, യേശുവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ സ്നാനമാണ്, അത് യഥാർത്ഥ ക്രൈസ്തവ സ്നാനമല്ല. അത് കേട്ടാറെ അവർ അപ്പോസ്തലനായ പൗലോസിയുടെ കൈകളാൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും പൗലോസ് അവരുടെ മേൽ കൈവയ്ക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സ്നാപകയോഹന്നാൻ്റെ സ്ഥാനം യഥാർത്ഥ സ്ഥാനമല്ലായിരുന്നെന്നും യേശുവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ സ്ഥാനമാണെന്നും അതുകൊണ്ടാണ് പൗലോസ് അവരെ യഥാർത്ഥ സ്ഥാനം കഴിപ്പിക്കാൻ കാരണമായിട്ട് തീർന്നതെന്നും. യഥാർത്ഥ സ്ഥാനം ത്രിത്വനാമത്തിലാണ് നമുക്കറിയാം. സുവിശേഷങ്ങൾ പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണല്ലോ. അപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ വിവിധ ഭാഷകൾ അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തതായി നമ്മളവിടെ വായിക്കുന്നുണ്ട്. പൗലോസ് 3 മാസത്തെ പ്രവർത്തനം അവിടെ വളരെ ഫലപ്രദമായിരുന്നു. എങ്കിലും വിജാതികളുടെ മുൻപിൽ ആക്ഷേപകരമായി യഹൂദന്മാർ വിശ്വാസികളോട് പെരുമാറിയതിനാൽ പൗലോസ് ദ തുറന്നോസ് എന്ന ഒരു വിജാതിയൻ്റെ പാഠശാല കൂലിക്കെടുത്ത് പ്രതിദിനം വിശ്വാസികൾക്ക് പ്രബോധനം അവിടെ നൽകി വന്നു. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം അവിടെ അങ്ങനെ അവരെ പ്രബോധിപ്പിച്ചു. ആ സമയത്ത് പൗലോസിനാൽ നടന്ന വീരപ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കും. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്കറിയാം, അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ ടവൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിലും ഉപയോഗിച്ച ടവലിൽ കൂടെ പോലും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളുടെ പ്രസക്തി ഇതിനു മുൻപ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചില മന്ത്രവാദികൾ യേശുവിൻ്റെ നാമം അവിടെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരിൽ സ്കേവ എന്ന ഒരു യഹൂദ പ്രധാന പുരോഹിതൻ്റെ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ എന്നും പറഞ്ഞ് അവിടെ പിശാചിനെ ഒഴിപ്പിക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിശാചുകൾ പോലും അവരോട് ചോദിക്കുന്നുണ്ട്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവശ്യിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി വീട്ടിലേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യം അവിടെ വന്നു. അന്നും ഇന്നും ദൈവനാമം വൃഥാ എടുക്കുന്ന ആളുകളെ നമുക്ക് ക്രൈസ്തവ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ 18-19 വാക്യങ്ങളിൽ
വിശ്വാസം സ്വീകരിച്ച് പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില ഏകദേശം 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് നമ്മളിവിടെ വായിക്കുന്നു. അത്രമാത്രം വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളാണ് അവർ അത് കത്തിച്ച് കളഞ്ഞത്. ഇതെല്ലാം മന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. 50,000 വെള്ളി നാണയങ്ങളെന്ന് പറയുമ്പോൾ ഓർക്കുക, യൂദാസ് യേശുവിനെ ഒറ്റ കൊടുത്തത് 30 വെള്ളിക്കാശിനായിരുന്നു. 50,000 വെള്ളി നാണയങ്ങളെന്ന് പറയുമ്പോൾ വലിയ ഒരു തുകയാണ്. അത്രമാത്രം വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അവർ വിശ്വസിച്ചപ്പോൾ കൊണ്ടുവന്ന് കത്തിച്ച് കളയാൻ അവരവിടെ തയ്യാറായി. അതുപയോഗിച്ച് അവർ വലിയ മന്ത്രവാദങ്ങൾ അവിടെ നടത്തുകയും വീരപ്രവൃത്തികളൊക്കെ ചെയ്തവരാണ്. അപ്പോൾ അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ്ലീഹ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മക്കെദോന്യ, അഖായി എന്ന പട്ടണങ്ങളിലേക്ക് കടന്നുപോവുകയും അവിടെ നിന്ന് ജെറുസലേമിലേക്ക് പോകുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലാണ് ഓരോ സ്ഥലങ്ങളും അവർ സന്ദർശിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം. അത്രമാത്രം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വ്യക്തികളായിരുന്നു അവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വെള്ളിമാതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരനായ ദെമേത്രിയോസ് എന്ന ഒരു ശില്പവേലക്കാരൻ വലിയ തോതിൽ പണമുണ്ടാക്കുകയും ആ തൊഴിലിൽ ധാരാളം ആളുകളെ അഭ്യസിപ്പിക്കുകയും അവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്തവരാണ്. അപ്പം അവരെയൊക്കെയും ഇപ്പോൾ പൗലോസ്ലീഹ അവിടെ ചെന്ന് അവിടെ ഗ്രന്ഥങ്ങളൊക്കെ നശിപ്പിക്കുവാൻ കാരണമാവുകയും ഇങ്ങനെയുള്ളതായ വിഗ്രഹാരാധന എതിർക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടുകയും പൗലോസിനെതിരായി വലിയ സമ്മേളനങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയും ചെയ്തു. നമ്മുടെ ഈ തൊഴിൽ നമുക്ക് നഷ്ടപ്പെടുമെന്നും നമ്മുടെ ദേവി മറ്റുള്ളവരുടെ മുൻപാകെ അവകാശമാകുമെന്നൊക്കെ പറഞ്ഞ് ജനത്തെ അവർ കൂടുതൽ ഇളക്കുവാൻ വേണ്ടി അവിടെ ശ്രമിച്ചു. ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ അവിടെ ഒന്നിച്ചുകൂടുകയും എഫേസ്യസുകാരുടെ അർത്തേമീസ് ദേവൻ മഹോന്നതനാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ നഗരത്തിൽ വലിയ ബഹളമുണ്ടാവുകയൊക്കെ ചെയ്തതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആ പൊതുമണ്ഡപത്തിലേക്ക് പൗലോസിനെ അവിടെ ആനയിക്കുകയും ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ആ സമ്മേളനത്തിൽ വലിയ കലക്കമുണ്ടാവുകയും ആർക്കും വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കാതെ വരികയൊക്കെ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ ഒരു ഭാഷ കലക്കമുണ്ടായി. 2 മണിക്കൂറോളം അപ്രകാരം വലിയ ബഹളം അവിടെ നടന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിൻ്റെ അധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു, എഫേസ്യസുകാരെ, എഫേസ്യസ് നഗരി മഹാദേവതയായ അർത്തേമീസിൻ്റെയും അവിടെ ആകാശത്ത് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ വസ്തുക്കൾ അനിഷേധ്യമാകിയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം. അതിക്രമമൊന്നും പ്രവർത്തിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യൻ നിങ്ങളുടെ ദേവാലയം വ്യക്തമാക്കിയിട്ടില്ല. നമ്മുടെ ദേവിയെ ദുഷിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ദെമേത്രിയസിനോ അവൻ്റെ കൂട്ടാളികൾക്കോ അല്ലെങ്കിൽ വെള്ളി കൊണ്ട് ശില്പം ഉണ്ടാക്കുന്നവർക്കോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ബോധിപ്പിക്കേണ്ട ന്യായാസനത്തിൽ അത് ബോധിപ്പിക്കട്ടെ. എന്നിട്ട് നിയമാനുസൃതമായ രീതിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അത് തീരുമാനം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം ജനത്തെ അവിടുന്ന് പിരിച്ചുവിടുന്നുണ്ട്. അങ്ങനെ പൗലോസ്ലീഹ അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട്
പിന്നീട് അദ്ദേഹം ഗ്രീസിലേക്ക് പോകുന്ന ഭാഗമാണ് ഇനി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ പൗലോസിൻ്റെ മേന്മേൽ നിന്ന് കൊണ്ടിട്ട റൂമാൽ കൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതായും സ്നാപക യോഹന്നാൻ്റെ മാനസാന്തര സ്ഥാനമേറ്റവരെ പൗലോസ് യഥാർത്ഥ സ്ഥാനം കഴിപ്പിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുന്നതായും അങ്ങനെ വലിയ വലിയ വീരപ്രവൃത്തികൾ ദൈവനാമത്തിൽ പൗലോസ് ശ്ലീഹായിലൂടെ ഇവിടെ പ്രാവർത്തികമാകുന്നതാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ആ പൗലോസ് ശ്ലീഹായിലൂടെയുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനമാണ് 19-ാം അധ്യായം. അത് വായിച്ച് ധ്യാനിച്ച് ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിലൂടെയും നാം വസിക്കുന്ന സമൂഹത്തിലും കുടുംബങ്ങളിലും ഇടവുകളിലും പ്രവർത്തിക്കുവാൻ ദൈവമേ ഇടയാക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.